Dining room 1, walls, windows, quantity 1, north curtain 1, create new window, W1 and W3, height of 1 meter, width 5 meter. Overall U value 3.6, shade quotient is 0.8. Okay. Window quantity 2, create new window 2, height of 1, width of 2, heat transfer 3.1, 0.8. We have a sum total of 4 windows, so we have to divide the wall into 2 equal parts, W1, W2, W3 one section, W4 another section. 2 wall areas will get 7 into 3.9 to 27.3, 2.4 to 3.9, 9.36. Wall 1, wall 2, wall 3, wall 4, 7 meter, 2.4 meter. Wall 1, north exposure, ഇയർഫോൺ എവിടെ മോളിൽ കിടക്കണം ഇവിടെ ഉണ്ട് 7 into 3.9, 3, 1, 2.4 to 3.9, 9.36. Window 1, window 2, window 4, next is shades. Floor section in app, floor type, floor above conditioned space, floor above unconditioned space, slab floor on grade, slab floor below grade. First 2 items are for cooling load calculation, the remaining 2 items are for heating load calculation. So എന്താണ് ഫ്ലോർ അബോ കണ്ടീഷൻഡ് സ്പേസ് എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് AC വയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലാണ്. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിലും AC ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ വരുന്ന ഏത് കണ്ടീഷനിലായിരിക്കും, ഏത് കാറ്റഗറിയിലായിരിക്കും? ഫ്ലോർ അബോ കണ്ടീഷൻഡ് സ്പേസ്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ സ്പേസിൻ്റെ
മേലെയുള്ള ഫ്ലോറാണ്. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോർ എബോവ് കണ്ടീഷൻ സ്പേസ്. ഫസ്റ്റ് കണ്ടീഷൻ ഫ്ലോർ എബോവ് കണ്ടീഷൻ സ്പേസ് ആണെങ്കിൽ ഹീറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് Q is equal to U into A into delta T. U ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഷ്യന്റ് 0.5 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ വരും. ഏരിയ 77.8 മീറ്റർ സ്ക്വയർ ട്രെയിനിങ് റൂമിൻ്റെ. ഡെൽറ്റ ടി രണ്ട് ഫ്ലോറുകളുടെ ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ ഇതും 24 അതുപോലെ ഇതും 24 ആണെങ്കിൽ ഡെൽറ്റ ടി 24 മൈനസ് 24 0 വരും. സോ Q 0 ആയിപ്പോവും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ ഗായ്സ്, അപ്പം സെക്കൻഡ് കണ്ടീഷനാണ് ഫ്ലോർ അബോ അൺകണ്ടീഷൻ സ്പേസ്. ഫ്ലോർ അബോ അൺകണ്ടീഷൻ സ്പേസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് AC ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ, ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതുണ്ടായിരിക്കില്ല, AC ഉണ്ടായിരിക്കില്ല. ഇങ്ങനത്തെ കണ്ടീഷനാണ് സെക്കൻഡ് കണ്ടീഷൻ, ഫ്ലോർ അബോ അൺകണ്ടീഷൻ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷനായിട്ടുള്ള ഫ്ലോർ അബോ അൺകണ്ടീഷൻ സ്പേസിൽ ഫ്ലോർ ഏരിയ കൊടുക്കുക. നമ്മൾ എത്രയാണ് കൊടുത്തത്? 77. അത് തന്നെയാണ് ഇവിടെ വരുന്നത്, 77. ടോട്ടൽ U വാല്യൂ 0.568 ഓർ 0.7 വരാം. പിന്നെ ഉള്ള ഈ 4 ഐറ്റംസ് എന്തൊക്കെയാണത്? അപ്പോൾ സെക്കൻഡ് കണ്ടീഷനിൽ ഈ 4 എണ്ണം വരും. കണ്ടീഷൻ്റെ സ്പേസ് മാക്സിമം ടെമ്പറേച്ചർ, അൺകണ്ടീഷൻ സ്പേസ് മാക്സിമം ടെമ്പറേച്ചർ, ആംബിയന്റ് അറ്റ് സ്പേസ് മാക്സിമം ടെമ്പറേച്ചർ, അൺകണ്ടീഷൻ സ്പേസ് മിനിമം ടെമ്പറേച്ചർ, ആംബിയന്റ് അറ്റ് സ്പേസ് മിനിമം ടെമ്പറേച്ചർ. ആംബിയന്റ് അറ്റ് സ്പേസ് മാക്സിമം ടെമ്പറേച്ചർ, ആംബിയന്റ് അറ്റ് സ്പേസ് മിനിമം ടെമ്പറേച്ചർ നമ്മൾ എടുക്കുന്നത് വാല്യൂസ് കൊടുക്കുന്ന ഇവിടുന്നാണ്. വെതർ പ്രോപ്പർട്ടീസ്, ഡിസൈൻ പാരാമീറ്റേഴ്സ്. സമ്മർ ഡിസൈൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 43.9, അതാണ് ആംബിയന്റ് മാക്സിമം ടെമ്പറേച്ചർ. ആൻഡ് വിന്റർ ഡിസൈൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 11.1, അതാണ് ആംബിയന്റ് മിനിമം ടെമ്പറേച്ചർ. ഓക്കെ, സ്പേസസ്, ട്രെയിനിങ് റൂം 1, ഫ്ലോർസ്, ഫ്ലോർ അബോ അൺകണ്ടീഷൻ സ്പേസ്, ആംബിയന്റ് അറ്റ് സ്പേസ് maximum temperature 45.1 degrees Celsius, ambient at space minimum temperature 12 degrees Celsius. ഇനിയുള്ള 2 ഐറ്റംസ് ആണ് അൺകണ്ടീഷൻ സ്പേസ് മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് അൺകണ്ടീഷൻ സ്പേസ് മിനിമം ടെമ്പറേച്ചർ. അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, അത് അൺകണ്ടീഷൻ സ്പേസ് മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആംബിയന്റ് സ്പേസ് മാക്സിമം ടെമ്പറേച്ചർ -5 ആണ്. സോ 45 - 5 40 വരും. നെക്സ്റ്റ് അൺകണ്ടീഷൻ സ്പേസ് മിനിമം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ആംബിയന്റ് അറ്റ് സ്പേസ് മിനിമം ടെമ്പറേച്ചർ +5 വരും. അൺകണ്ടീഷൻ സ്പേസ് മിനിമം ടെമ്പറേച്ചർ ഈസ് ആംബിയന്റ് സ്പേസ് മിനിമം ടെമ്പറേച്ചർ +5. 12 + 5 17. ഓക്കെ, ഫ്ലോർസ്, ഫ്ലോർ അബോ കണ്ടീഷൻ സ്പേസ് 40, 45.1, 70, 12. അടുത്ത സെക്ഷനാണ് ഫ്ലോർ ഓൺ ഗ്രേഡ്. ടോട്ടൽ ഫ്ലോർ ഏരിയ അറിയാം, U വാല്യൂ അറിയാം. വാട്ട് ഈസ് എക്സ്പോസ്ഡ് പെരിമീറ്റർ? എക്സ്പോസ്ഡ് പെരിമീറ്റർ, സ്ലാബ് ഫ്ലോർ എക്സ്പോസ്ഡ് പെരിമീറ്റർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എക്സ്പോസ്ഡ് പെരിമീറ്റർ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഗ്രൗണ്ട് ഫ്ലോർ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ 4 സൈഡാണ്. ഒരു സൈഡ്, സെക്കൻഡ് സൈഡ്, തേർഡ് സൈഡ്, ഫോർത്ത് സൈഡ്. ഇപ്പം നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ എഡ്ജിലിരിക്കുന്ന ഈ ഒരു സ്പേസ്, ഈ ഒരു റൂമാണ് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ എക്സ്പോസ്ഡ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതും ആയിരിക്കും. മറ്റേ 2 സൈഡ് എക്സ്പോസ്ഡ് പെരിമീറ്റർ അല്ല. അതേസമയം ഈ സൈഡിൽ ഈ ഒരു ഭാഗത്തെ സ്പേസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇത് എക്സ്പോസ്ഡ് പെരിമീറ്ററിൽ വരുന്നതാണ്. ഈ എക്സ്പോസ്ഡ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ദിസ് സൈഡ് പ്ലസ് ദിസ് സൈഡ്, ആ വാല്യൂ ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇൻ കേസ് ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഇതാണെങ്കിൽ
ഇതിൽ ഇതും ഒന്നും തന്നെ എക്സ്പോസ്ഡ് പെരിമീറ്ററിൽ പെടുന്നതല്ല. ഈ ഇപ്പം ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ ഈ കംപ്ലീറ്റ് ഫ്ലോറിൻ്റെ ഡിസൈനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ലെറ്റ്സ് ഈ സൈഡ് 10, ഇത് 10, ഇത് 10, ഇത് 10. എക്സ്പോസ്ഡ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 10 + 10 + 10 + 10 ടോട്ടൽ 40 മീറ്റർ വരും. 40 മീറ്റർ എക്സ്പോസ്ഡ് പെരിമീറ്റർ ആയിട്ട് എടുക്കണം. അടുത്ത സെക്ഷനാണ് സ്ലാബ് ഫ്ലോർ ബിലോ ഗ്രേഡ്. സ്ലാബ് ഫ്ലോർ ഓൺ ഗ്രേഡ് നോക്കി, അതായത് സോയിൽ ലെവലിൽ ഉള്ള ഫ്ലോറിനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഫ്ലോർ ടൈപ്പ് അങ്ങനെയാണെങ്കിൽ സ്ലാബ് ഫ്ലോർ ഓൺ ഗ്രേഡ്. സ്ലാബ് ഫ്ലോർ ബിലോ ഗ്രേഡ് എന്ന് വെച്ചാൽ മണ്ണിനടിയിൽ വരുന്ന ബേസ്മെൻറ്റ് ഫ്ലോർസിനൊക്കെയാണ് അത് നമ്മൾ വരുന്നത്. അതായത് സോയിൽ ലെവലിന് താഴെ ബേസ്മെൻറ്റ് ഫ്ലോറായിട്ട് വരുമ്പോഴാണ് സ്ലാബ് ഫ്ലോർ ബിലോ ഗ്രേഡ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത്. ഇതിൽ ഓരോ ഐറ്റംസ് നോക്കുക. ഫ്ലോർ ഏരിയ സെയിം ആസ് ദിസ് ഏരിയ, ഫ്ലോർ ഏരിയ കൊടുക്കുക. നെക്സ്റ്റ് എക്സ്പോസ്ഡ് പെരിമീറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തോട്ട് എക്സ്പോസ് ചെയ്യുന്ന ഏതെങ്കിലും സൈഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് എക്സ്പോസ്ഡ് പെരിമീറ്റർ ഇടുക. ടോട്ടൽ ഫ്ലോർ യു വാല്യൂ എത്രയെന്ന് വെച്ചാൽ അത്രയും 0.5 വാട്ട്/m². ഫ്ലോർ ഡെപ്ത് എന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു ഡെപ്തിനെയാണ് ഫ്ലോർ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോർ ഡെപ്ത് അത് എത്ര മീറ്റർ ആണെന്ന് വെച്ചാൽ അത് എഴുതുക. പിന്നെ നോർമലി ഒരു 3 മീറ്റേഴ്സ് ഒക്കെയാണ് വരുന്നത്. 3 മീറ്റേഴ്സ്, അതായത് ഈ ഒരു ഹൈറ്റ് ഡെപ്ത് 3 മീറ്റേഴ്സ് ആണ് വരുന്നത്. അതിട്ട് കൊടുത്തു. ബേസ്മെൻറ്റ് വാൾ യു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ 0.5 ഇട്ട് കൊടുക്കുക. വാൾ ഇൻസുലേഷൻ ആർ വാല്യൂ, ഡെപ്ത് ഓഫ് വാൾ ഇൻസുലേഷൻ. ഇതിലിനി ബാക്കിയുള്ള ഡീറ്റെയിൽസ്, വാൾ ഇൻസുലേഷൻ ആർ വാല്യൂ നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ വാൾ. ഈ ഫിനിഷ്ഡ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ സോയിൽ ലെവലാണ്. ഇതിന് താഴോട്ടുള്ളതെല്ലാം മണ്ണിനടിയിലുള്ള ലെവലാണ്. ഡെപ്ത് ബിലോ ഗ്രേഡ്, ഇതാണ് എത്ര ഡെപ്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 3 മീറ്റർ ആണ് സാധാരണ. അതിനുശേഷം ഇൻസുലേഷൻ വരാം. വാൾ മെറ്റീരിയലിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ഇൻസുലേഷൻ വരും. അത് ഈ ടോട്ടൽ ബേസ്മെൻറ്റ് ഫ്ലോറിൻ്റെ ഹൈറ്റിൻ്റെ എക്സാക്റ്റ് പകുതിയായിരിക്കും ഈ ഒരു എക്സ്ട്രാ ഇൻസുലേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്ന ബേസ്മെൻറ്റ് വാൾ ഇൻസുലേഷൻ ആർ വാല്യൂ, അല്ല ഡെപ്ത് ഓഫ് വാൾ ഇൻസുലേഷൻ 3 മീറ്ററിൻ്റെ പകുതി 1.5 മീറ്റർ. ബേസ്മെൻറ്റ് വാൾ യു വാല്യൂ എത്ര വരും? ഓക്കെ, അപ്പോൾ വാൾ ഇൻസുലേഷൻ ആർ വാല്യൂ നോർമലി നമ്മൾ ഹെൽപ്പ് അടിച്ചാൽ വരും. നമ്മൾ സാധാരണ എന്ത് മെറ്റീരിയലാണ് കൊടുക്കുന്നത്? ഗ്ലാസ് വൂള്, റോക്ക് വൂള് പോലത്തെ മെറ്റീരിയലാണ്. റോക്ക് വൂളിൻ്റെ ആർ വാല്യൂ വന്നിട്ട് 2.1 ആയിരിക്കും. ഓക്കെ എടുക്കുക. ബസ് അത്രേ ഉള്ളൂ. ഫ്ലോറ് കൊടുത്ത വാല്യൂസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതുപോലെ ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഫാബ് ട്രെയിനിങ് റൂം ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് ഫ്ലോർ അപ്പോൾ കണ്ടീഷൻ സ്പേസ്, നോ അഡീഷണൽ ഇൻപുട്സ് വരുന്നു. നെക്സ്റ്റ് ഇൻഫിൽട്രേഷൻ. ഡിസൈനിങ് ആസ്പെക്റ്റിന് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. നോർമലി നമ്മൾ ഇൻഫിൽട്രേഷന് എയർ ചേഞ്ചസ് പെർ അവർ ACPH മെത്തേഡ് വെച്ചാണ് ചെയ്യുന്നത്. 0.5 ACPH എയർ ചേഞ്ചസ് പെർ അവർ ആണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇതും ഡിസൈൻ കൂളിംഗ്, ഡിസൈൻ ഹീറ്റിങ്ങിൻ്റെ മാത്രം നോക്കിയാൽ മതി. എനർജി അനാലിസിസ് കോസ്റ്റ് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. 0.5 ഇട്ട് കൊടുക്കുക. ഇൻഫിൽട്രേഷൻ ഓഫ് കോഴ്സ് വെൻ ഫാൻ ഓഫ്, AC-യുടെ ഫാൻ ഓഫ് ആയിരിക്കുമ്പോൾ മാത്രമാണോ ഇൻഫിൽട്രേഷൻ കൗണ്ട് ചെയ്യുന്നത്, അതോ എല്ലാ സമയത്തും വേണം? എല്ലാ സമയത്തും ഇട്ട് കൊടുക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ. 0.50 ACH ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി 29.34 ലിറ്റർ പെർ സെക്കൻഡ് ഇൻഫിൽട്രേഷൻ കാണിക്കും. അത് ആപ്പ് സോഫ്റ്റ്വെയർ തന്നെ ചെയ്യുന്നതാണ്. 0.5 29.34 ലിറ്റർ പെർ സെക്കൻഡ് ഇൻഫിൽട്രേഷൻ. ഓക്കെ, അതാണ് ഇൻഫിൽട്രേഷൻ്റെ സെക്ഷനിലുള്ള ഏക കാൽക്കുലേഷൻ. പാർട്ടീഷൻ, അതായത് ACH എത്ര ആയിരിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിരിക്കണം. 0.5 ആണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്ന വാല്യൂസ്. ഒരു മണിക്കൂറിൽ ടോട്ടൽ
റൂം വോളിയത്തിൻ്റെ എക്സാക്റ്റ് ഹാഫ് വോളിയം ഫ്രഷ് എയർ കൊണ്ട് നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നു. അതാണ് ACH 0.5. നെക്സ്റ്റ് പാർട്ടീഷൻ ബിഗ് ടോപ്പിക്കാണ്, അത് അടുത്ത വീഡിയോയിൽ നോക്കാം.